വിശ്വസിച്ച് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. തീർച്ചയായിട്ടും ചാറ്റ് ബോക്സിൽ കുറച്ച് ആളുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് ഒന്നും വേണോ വേണ്ടേ എന്താണിത് എന്നറിയാത്ത സാഹചര്യം കൊണ്ട് ചിലപ്പോൾ പലരും ടൈപ്പ് ചെയ്യാതുണ്ട്. ഡസൻ മാറ്റർ. ഈ പരിപാടി കഴിയുന്ന സമയത്ത് ട്രേഡ് യൂണിയൻ വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഏതൊരു തൊഴിൽ മേഖലയിലും തൊഴിലിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു അസംഘടിത മേഖലയാണ്. അസംഘടിത മേഖല എന്ന് പറയുമ്പോൾ കൃത്യതയോടുകൂടി നമുക്ക് ആ തൊഴിലിന്റെ ഒരു ഉടമ അല്ലെങ്കിൽ അതിന്റെ തൊഴിൽ സ്ഥാനം എന്നൊന്നും നിശ്ചയിക്കാൻ സാധിക്കാത്ത, പ്രത്യേക ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, എഴുതപ്പെട്ട നിയമങ്ങളില്ലാത്ത ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഈ അസംഘടിത മേഖലയിൽ ഏത് രീതിയിൽ ഇടപെടണം എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഘടിത മേഖലയിൽ പോലും ഒരു തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അവർ ചെല്ലുന്നത് അവരുടെ ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പല ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവും. ആ ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ നിയമം പാലിക്കുന്ന പോലീസുകാരാണ്, അല്ലെ? നിയമ സംരക്ഷകരായി നിൽക്കുന്ന പോലീസുകാർക്ക് പോലും അവരുടെ സംഘടന, ഏറ്റവും ആദ്യം അവർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പോകുന്നത് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാനാണ്. അങ്ങനെ ഓരോ സർക്കാർ ജോലിക്കാരും എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സിനും പൈലറ്റിനും അതുപോലെ മത്സ്യവില്പനക്കാരനും ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും എല്ലാവരും ഇന്ന് സംഘടിതരാണ്. കാരണം ഇന്ന് ലോകത്ത് ഇന്ന് വരെ എന്തെങ്കിലും ആളുകൾ നേടിയെടുത്തിട്ടുണ്ട്, അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു സംഘടിത ശക്തിയിൽ കൂടി, കളക്റ്റീവ് ബാർഗൻസ് കൂടി മാത്രമേ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് 2011 ഈ വിഷയമുണ്ടായപ്പോൾ പോലീസ് നരനായാട്ട് നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു സന്ദർഭത്തിൽ നിന്നെല്ലാം മാറി ഇന്ന് നമുക്ക് മീറ്റിംഗ് നടത്തുന്നതിനോ പ്രോഗ്രാം നടത്തുന്നതിനോ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് തനിയെ സാധിച്ചതൊന്നുമല്ല. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള, ചടുലമായിട്ടുള്ളതും കൃത്യമായിട്ടെത്തിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം. നമുക്കറിയാം, അതിന്റെ ഭാഗമായി നോഡൽ ഓഫീസറെ നിയോഗിച്ചാൽ മാത്രം ഇതിന്റെ കാര്യങ്ങൾക്ക് അത്ര സുഗമമായ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിവിടെ സർക്കാരിലേക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്കും ബോധിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് 5 IAS ഓഫീസേഴ്സിനെ നിയോഗിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര ബോർഡ് തന്നെ, ഗിഫ്റ്റ് എന്ന് പറയുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ബോർഡ് തന്നെ 5 IAS ഓഫീസേഴ്സിനെ അടക്കം നിയോഗിച്ചുകൊണ്ട് നമുക്ക് 2018 നമ്മുടെ കേരള സർക്കാർ അത് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു തന്നത്. തീർച്ചയായും ഇന്നീ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നമ്മളെല്ലാവരും മഹാഭാഗ്യവാന്മാരാണ്. കാരണം കൃത്യമായി നിയമപരമായി ഡൂസ് ആൻഡ് ഡോൺസ് ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച ആദ്യത്തെ കമ്പനിയുടെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. തുടർന്ന് അങ്ങോട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, 2018 ആ വിഷയത്തിന് ശേഷം അവിടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു സംവിധാനങ്ങളൊക്കെ വന്നെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് വീണ്ടും മാറ്റങ്ങൾക്ക് വിധേയമായപ്പോൾ അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് സെൻട്രൽ ഗവൺമെന്റ് പിന്നീട് അതിനെ കണ്ടത്. അപ്പോൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ വരുന്ന സമയത്ത് അവിടെ കൺസ്യൂമറിന്റെ അവകാശങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ നിയമം ഉതകുന്നുണ്ടായിരുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും തൊഴിലാളികളാണ്, ഓണ്ടർപ്രണറാണ് എന്ന് പറയുന്ന സമയത്തും ആ തൊഴിലാളികൾക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വവും അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ ആ സാഹചര്യം വന്നപ്പോൾ കേരളത്തിൽ നിന്നല്ല, അന്ന് സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയ ആ റൂൾസിൽ ഇന്ത്യയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നു. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ബെനിഫിറ്റ് അല്ലാതെ ഒരിക്കലും നമ്മളുടെ ടീം ചെയ്യുന്നതിൻ്റെതോ അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസിൽ വരുന്നവരുടെയോ വരുമാനം വാങ്ങിക്കാനുള്ള അവകാശം നമ്മൾക്കില്ല എന്നുള്ള ഒരു ക്ലോസുമായിട്ടാണ് അത് വന്നത്. അപ്പൊ അത് വന്നപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാരണവശാലും അത് അംഗീകരിച്ചു പോകാനോ, നമ്മളെ പോലുള്ള ഈ തൊഴിൽ മേഖലയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ നിഷ്കാസനം ചെയ്യപ്പെടുന്നതുമായ രീതിയിലായിരുന്നു അത് വന്നിരുന്നത്. അപ്പോ സംഘടന അത് വളരെ കൃത്യമായിട്ട് ഇടപെട്ടു. അങ്ങനെ കൃത്യമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് 2023 മാർച്ചിൽ മോഡൽ ഗൈഡ് ലൈൻ ഫോർ അഡ്വൈസറി മെക്കാനിസം എന്നുള്ള ഒരു സംവിധാനത്തിലേക്കാണ് 2023 മാർച്ചിൽ വന്നത്. അതിനുശേഷം 2023 ജൂണിൽ നമുക്കത് അമെൻമെന്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു.
അങ്ങനെ ആ അമെൻമെന്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടേതായിട്ടുള്ള ഒരു നെറ്റ്വർക്കിൽ കൂടി നമ്മുടെ ടീം എന്ന് നമ്മൾ പറയില്ലേ, ആ നെറ്റ്വർക്കിൽ കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ബിസിനസിന്റെ ആനുപാതികമായിട്ടുള്ള വരുമാനം വാങ്ങിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ എത്തിച്ചേർന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൃത്യതയോടുകൂടി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഇന്നിപ്പോ എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനും ഏതിനും കൊടിപിടിച്ച് കമ്പനികൾ പൂട്ടിക്കുന്ന, വികസനം മുടക്കുന്ന വികസന വിരുദ്ധരാണ് സംഘടനാ പ്രവർത്തകർ എന്നുള്ള വലിയൊരു ഖ്യാതി നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ആ മാധ്യമങ്ങൾ അവിടെ അങ്ങനെ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് സംഘടനാ പ്രവർത്തകർ എന്തോ കൊള്ളരുതാത്തവരാണ്, മറ്റവരുടെ അന്നം മുടക്കാൻ വരുന്ന അന്നം മുടക്കികളാണ്, വികസനം മുടക്കികളാണ്, നാഴികക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന കേരളത്തിലാണ് ഇന്ന് വലിയ രീതിയിലുള്ള മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2 ദിവസം മുമ്പ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഞാൻ വേറെ ഇതിലേക്ക് പോവല്ല, സിമ്പിൾ ആയിട്ട് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ ഇന്ത്യയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 6.5% കമ്മി ബഡ്ജറ്റും, അതേ സമയത്ത് കേരളത്തിന്റെ ബഡ്ജറ്റ് 10.5% കൂടിയ ബഡ്ജറ്റുമാണ് അവതരിപ്പിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിന്റെ യാത്ര എങ്ങോട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ജൈത്ര യാത്ര തുടരുന്ന കേരളത്തിൽ ഇതുവരെ ചെയ്തതിനെ പറ്റിയോ അല്ല, ഇതുവരെ വന്നിരിക്കുന്ന വികസനത്തെ കുറിച്ചോ അല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന വികസനത്തിന്റെ നാഴികക്കല്ലുകളിലേക്കുള്ള ഏറ്റവും ശക്തമായ ചവിട്ടുപടിയായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നിയമപരമായി സംരക്ഷിക്കുന്നതോടുകൂടി കേരളത്തിന്റെ ഖജനാവിലേക്ക് കോടാനുകോടി രൂപ നികുതിയായിട്ടും അതുപോലെ തന്നെ വരുമാനം വാങ്ങിക്കുന്നവരിൽ നിന്ന് വരുമാന നികുതിയായിട്ടും എത്താൻ പോകുന്ന ആ ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പറയാണ്, കേരളത്തിന്റെ മുഖച്ഛായ എല്ലാ അർത്ഥത്തിലും അതിന്റെ അത്യുന്നതയിലേക്ക് വളരാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. തീർച്ചയായും അതിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതും അതിന് പങ്കാളികളായിട്ട് അതിന്റെ പങ്ക് പറ്റുന്ന ആളുകളുമായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും നാളത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പരിഹാസങ്ങൾ സഹിച്ചുകൊണ്ട് ഒരു ഇല്ല എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ പല കമ്പനികളെയും അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത പല കമ്പനികൾക്കും നമുക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധിക്കില്ല. കാരണം മെമ്പർഷിപ്പ് കൊടുക്കുന്ന കമ്പനിക്കല്ല, തൊഴിലാളികൾക്കാണ്. ആ തൊഴിലാളിക്ക് മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, ഇക്കൊല്ലം മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം മെമ്പർഷിപ്പ് പുതുക്കാനാവുമ്പോഴേക്ക് ആ കമ്പനി അവിടെ ഇല്ലെങ്കിൽ എന്ത് സുരക്ഷയാണ് ആ തൊഴിലാളിക്ക് നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നത്? അതുകൊണ്ടാണ് തൊഴിലാളികളോട് പറഞ്ഞത്, നിയമപരമായ ഇന്നലകളിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും വലിയ ധാരണ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കൃത്യമായിട്ട് വിവക്ഷിച്ചിട്ടുണ്ട് ഡൂസ് ആൻഡ് ഡോൺസ്. അങ്ങനെ ഡൂസ് ആൻഡ് ഡോൺസ് കൃത്യമായി വിവക്ഷിച്ച, അത് അംഗീകരിച്ചു പോകുന്ന കമ്പനികളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് മാത്രമേ നമുക്ക് ട്രേഡ് യൂണിയൻ മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധിക്കുള്ളൂ എന്ന് നിഷ്കർഷിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ പല കമ്പനികൾക്കും നമുക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആ മെമ്പർഷിപ്പിലേക്ക് വരാനുള്ള യോഗ്യത അവര് ഇതുവരെ ആർജിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ആ കമ്പനിയോടോ കമ്പനിയുടെ ഡയറക്ടേഴ്സിനോടോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളോടോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വൈരാഗ്യമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവർ ശരിയല്ല എന്നുള്ളത് കൊണ്ടോ അല്ല. ആ ഒരു ഇൻഡസ്ട്രി അതുപോലെ പോയി കഴിഞ്ഞാൽ നിലനിൽക്കില്ല എന്ന കൃത്യമായ ബോധ്യം നമുക്കുള്ളതിന്റെ ഭാഗമായിട്ടാണ് അവരോട് തിരുത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായത്. അങ്ങനെ തിരുത്താത്ത കമ്പനികൾക്ക് മാത്രമേ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കാത്തത്. അല്ലാത്ത എല്ലാ കമ്പനികൾക്കും നമുക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരു ട്രേഡ് യൂണിയന്റെ മെമ്പർഷിപ്പിലേക്ക് വന്നു എന്ന് പറയുന്ന സമയത്ത് ആ തൊഴിലിൽ എത്ര കാലം നിങ്ങൾ നിലനിൽക്കുന്നു അത്രയും കാലം നിങ്ങളുടെ സുരക്ഷിതത്വം നമ്മുടെ കൈകളിലാണ്. അത് വലിയൊരു ബാധ്യതയാണ്, വലിയൊരു ചുമതലയാണ്, വലിയ വലിയ റെസ്പോൺസിബിലിറ്റിയാണത്. നിങ്ങൾ കരുതുന്നത് അത്ര നിസ്സാരമായിട്ട് അതിനെ കാണണ്ട. കാരണം ഈ ട്രേഡ് യൂണിയൻ ശക്തമാകുന്നതിന്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, ഇവിടെ പല കമ്പനികളും പല ഉൽപ്പന്നങ്ങളും വിറ്റഴിച്ചു പോകുമ്പോൾ
അതിൽ നമുക്കറിയാം കൺസ്യൂം ചെയ്യുന്ന അകത്തോട്ട് ഇൻടേക്ക് ചെയ്യുന്ന പല വെൽനസ് ഉൽപ്പന്നങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടേക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ട സാഹചര്യം വരും. ഈ പ്രയാസങ്ങൾ പലപ്പോഴും ജെന്യൂൻ ആയിട്ടുണ്ടാവാം, പലപ്പോഴും മറ്റുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ ശത്രുവർഗത്തിൽ നിന്നുള്ള ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളും ആവാം. പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും അത് ഓവർകം ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിയെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടീം വിചാരിച്ചാലോ സാധിക്കുന്ന കാര്യമല്ല. അതിനപ്പുറത്തേക്ക് അത് വളർന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് ഒരു ശക്തമായ ഒരു പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രതിരോധിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ അനുഭവിച്ചതാണ്. ഇപ്പോഴും നമ്മുടെ സംഘടനാ ഭാരവാഹികളുടെ, ഞാൻ അടക്കമുള്ള സംഘടനാ ഭാരവാഹികൾ കോടതി കയറി ഇറങ്ങാണ് കേസുമായിട്ട്. എന്തിനാണ് കേസ്? നമ്മൾ അവിടെ എന്തും കുറ്റം